സരൂപ് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുവാണ്. അവൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ ഇവരൊക്കെയാണ്. പിന്നെ ഒരു ചേച്ചിയുണ്ട്. പേര് സംഗീത. കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ വിദേശത്താണ് താമസം. വർഷത്തിലൊരിക്കലോ 2 വർഷം കൂടുമ്പോഴോ നാട്ടിലേക്ക് വരാറുണ്ട്. അവിടുന്ന് സംഗീതേച്ചി ഒരു സായിപ്പുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെയാണ് അവളുടെ ഭർത്താവ് പറയുന്നത്. ചിലപ്പോൾ പറഞ്ഞത് സത്യമായിരിക്കാനും സാധ്യതയുണ്ടെന്ന കാര്യം സരൂപിനറിയാം. കാരണം സംഗീതേച്ചി കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ കുറേ പേര് കാമുകന്മാരായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാട്ടോ. ഇനി കഥയിലേക്ക് തിരികെ വരാം. സരൂപിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം അവൻ കമ്പ്യൂട്ടറിൽ മറ്റേ വീഡിയോയും സിനിമയുമൊക്കെ കണ്ടിരിക്കലാണ് അവൻ്റെ പ്രധാന പരിപാടി. അവൻ്റെ അച്ഛനാണ് സോമൻ. അയാൾ ഒരു ജിംനേഷ്യത്തിൽ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്യുവാണ്. സ്വന്തമായി ഒരു ജിം തുടങ്ങാനിരിക്കുവാണ് അയാൾ. പിന്നെ സരൂപിൻ്റെ അമ്മ ശോഭ ഒരു സ്വകാര്യ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. സോമന് അവൾ ജോലിക്ക് പോകുന്നതിനോട് ഒട്ടും താല്പര്യമില്ലെങ്കിലും വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടിയ ജോലിയായതിനാൽ ശോഭ ജോലി ഉപേക്ഷിച്ചില്ല. രാവിലെ പോയാൽ പിന്നെ വൈകിട്ട് 6 മണിയൊക്കെ ആവും വീട്ടിലെത്താൻ. ശോഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാണാൻ വെളുത്ത് അല്പം തടിയൊക്കെയുള്ള നല്ല സുന്ദരി. സാരിയാണ് എപ്പോഴും വേഷം. പിന്നെ അവൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി ജോലിക്ക് പോയാൽ പിന്നെ സോമനാണ് ഉച്ചക്കത്തെ ചോറും കറികളുമൊക്കെ ഉണ്ടാക്കുന്നത്. സോമന് രാവിലെയും വൈകിട്ടുമാണ് ജിമ്മിൽ വർക്കുള്ളത്. ശോഭ വൈകിട്ട് 6 മണിക്ക് വീട്ടിലെത്തിയാൽ രാത്രിയിലെ ഫുഡ് ഉണ്ടാക്കും. ഇനി ചില ദിവസങ്ങളിൽ ഓവർ ടൈം ഉണ്ടെങ്കിൽ സോമൻ തന്നെയാണ് രാത്രിയിലെയും ഫുഡ് ഉണ്ടാക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച ശോഭ വീട്ടിലുള്ളപ്പോൾ ഈ കാര്യം ചർച്ചാ വിഷയമായി. അങ്ങനെ വീട്ടിൽ ഒരു വേലക്കാരിയെ വെക്കാമെന്ന് തീരുമാനിച്ചു. ശോഭയുടെ പരിചയത്തിലുള്ള ആരെയോ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഒരു വേലക്കാരി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നാളെ തന്നെ വന്നോളാനും പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് തന്നെ വേലക്കാരി വീട്ടിലെത്തി. അപ്പോൾ വീട്ടിൽ സരൂപ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേലക്കാരിയെ കണ്ട അവൻ ഞെട്ടി. അവൻ ഏതോ സീരിയലിൽ കണ്ട നടിയുടെ അതേ രൂപം, സൗന്ദര്യം, വെളുത്ത് തടിച്ച് അതിനൊത്ത ഉയരമൊക്കെയുള്ള ഒരു സുന്ദരി. സാരിയാണ് വേഷം. അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അവർ ചുണ്ട് കടിച്ചുകൊണ്ട് ചോദിച്ചു, അമ്മയില്ലേ മോനെ? അമ്മ ഓഫീസിൽ പോയേക്കുവാണ്, അവൻ ഒരു വിക്കലോടെ പറഞ്ഞു. ആൻറ്റി ഇവിടുത്തെ പുതിയ വേലക്കാരിയായിട്ട് വന്നതാണോ? അതെ മോനെ. ആൻറ്റിയുടെ പേരെന്താ? മാലതി. നല്ല പേര്. അങ്ങനെ അവൻ മാലതിയോട് കുറച്ചു നേരം സംസാരിച്ച് പരിചയപ്പെട്ട് ശേഷം അവൾക്ക് വീട് ചുറ്റി കാണിച്ചു കൊടുത്തു. അവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സീരിയലിലെ ആ നടിയുടെ അതേ ഛായയാണ് മാലതിക്ക്. അതിനാൽ തന്നെ അവൾ അവൻ്റെ മനസ്സിൽ കയറിപ്പറ്റി. അന്ന് സോമൻ വീട്ടിലെത്തിയപ്പോൾ വേലക്കാരിയെ കണ്ടപ്പോൾ അയാളുടെ കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളി. അച്ഛൻ്റെ കണ്ണിലെ അത്ഭുതം സരൂപ് ശ്രദ്ധിച്ചു. അവന് ചിരി വന്നു. പിന്നെ വൈകിട്ട് ശോഭ വന്നപ്പോൾ മാലതിക്ക് രാത്രി കിടക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. സത്യത്തിൽ ശോഭ വിചാരിച്ചിരുന്നില്ല വേലക്കാരി ഇത്രയും സുന്ദരിയായിരിക്കുമെന്ന്. എന്തായാലും തൻ്റെ ഭർത്താവിൻ്റെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് അവൾ മനസ്സിലോർത്തു. അങ്ങനെയിരിക്കെ പിറ്റേന്ന് രാവിലെ മാലതി മുറി വൃത്തിയാക്കാനായി സരൂപിൻ്റെ മുറിയുടെ കതകിൽ തട്ടി. അപ്പോൾ അവൻ കമ്പ്യൂട്ടറിൽ മറ്റേ വീഡിയോ കാണുമായിരുന്നു. ദൈവമേ, അമ്മയായിരിക്കുമെന്ന് കരുതി അവൻ വേഗം ചാടി എണീറ്റ് സിനിമ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് കതക് തുറന്നു. ആഹാ, ആൻറ്റി ആയിരുന്നോ? മുറി വൃത്തിയാക്കാനാ? വാ വലത് കാല് വെച്ച് കയറിക്കോ, അവൻ അവളെ ആകെ മൊത്തമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. സാരിയായിരുന്നു അപ്പോൾ മാലതിയുടെ വേഷം. അവൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അങ്ങനെ അവൾ തൂത്തുപാരാൻ തുടങ്ങി. അവൻ അതും നോക്കി സോഫയിലിരുന്നു. അവൻ ചോദിച്ചു, ആൻറ്റിയുടെ ഭർത്താവും കുട്ടികളുമൊക്കെ? അത് കേട്ടപ്പോൾ മാലതിയുടെ മുഖത്ത് ഒരു വല്ലാത്ത വിഷമം അവൻ ശ്രദ്ധിച്ചു. പെട്ടെന്നാണ് അമ്മ അങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ഇറങ്ങുവാട്ടോ. ശരി അമ്മേ. അവൻ അമ്മയെ തന്നെ നോക്കി. ഇന്ന് അമ്മയെ കാണാൻ എന്തോ ഒരു മാറ്റമുണ്ടല്ലോ. അവൻ അമ്മയെ തന്നെ ശ്രദ്ധിച്ചു. എന്താ അമ്മേ, ഇന്ന് ആകെ മാറിയിരിക്കുന്നല്ലോ. എന്താ ഒരു ലുക്ക്? ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടടാ. വേണം. ആഹാ, മേക്കപ്പും ഇട്ടു അല്ലേ? ലിപ്സ്റ്റിക്ക്
ഇപ്പോൾ അമ്മയെ കണ്ടാൽ സിനിമാ നടിമാരെ പോലെ തന്നെയുണ്ട്. വല്ല പൂവാലന്മാരും പിന്നാലെ വരാതെ നോക്കിക്കോട്ടോ. ഓ പിന്നെ ഒന്ന് പോടാ. അതും പറഞ്ഞ് ശോഭ ചിരിച്ചുകൊണ്ട് സ്കൂട്ടറിൽ കയറി ഓഫീസിലേക്ക് പുറപ്പെട്ടു. പിന്നെ സ്വരൂപ് മുറിയിൽ വന്ന് നോക്കിയപ്പോൾ മാലതിയെ കണ്ടില്ല. അവൾ അപ്പോഴേക്കും തൂത്തുവാരലൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിൽ താനും ആൻറ്റിയും മാത്രമേ ഉള്ളൂ. അച്ഛൻ രാവിലെ തന്നെ ജിമ്മിലും പോയിരിക്കുന്നു. അമ്മയാണെങ്കിൽ ഇപ്പോൾ ഓഫീസിലും പോയി. ഇത് തന്നെ പറ്റിയ അവസരം. ആൻറ്റിയോട് മനസ്സ് തുറന്ന് സംസാരിക്കാം. പിന്നെ അവസരം കിട്ടുകയാണെങ്കിൽ മുതലെടുക്കാം. അവൻ അതും ചിന്തിച്ച് ഒരു കള്ളച്ചിരി ചിരിച്ചു. അവൻ വേഗം അടുക്കളയിലേക്ക് ചെന്നു. ആൻറ്റി. എന്താ മോനെ? മാലതി പാത്രം കഴുകിക്കൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി. ഇന്നലെ ഉറക്കമൊക്കെ എങ്ങനെയായിരുന്നു? നന്നായിരുന്നോ? അതോ ഇന്നലെ നന്നായി ഉറങ്ങി മോനെ. സ്വർഗമല്ലേ ഇവിടെ. മാഡം ഇന്നലെ ഹാളിലെ AC ഓൺ ചെയ്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് നല്ലോണം ഉറങ്ങി. സാധാരണ ചൂട് കാലത്ത് മര്യാദയ്ക്ക് ഉറക്കം വരാത്ത ഞാനാ. ഇവിടെ വരാൻ പറ്റിയത് എൻ്റെ മഹാഭാഗ്യമാ. മോൻ്റെ അമ്മ ആള് വളരെ നല്ലതാട്ടോ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ ആൻറ്റി. എൻ്റെ അല്ല അമ്മ. അവൻ ഒരു ചിരിയാലെ പറഞ്ഞു. പിന്നെ മോൻ്റെ അച്ഛൻ ഇച്ചിരി ഗൗരവക്കാരനാണല്ലേ. രാവിലെ അദ്ദേഹം പോകുമ്പോൾ ഞാൻ മുറ്റത്ത് ചെടിക്ക് വെള്ളമൊഴിക്കുമായിരുന്നു. ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഗുഡ് മോർണിംഗും പറഞ്ഞ് പിന്നെ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോയി. എനിക്കൊന്നും മനസ്സിലായതുമില്ല. അല്ലെങ്കിലും ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് ഇച്ചിരി ഗൗരവമൊക്കെ ഉള്ളത് നല്ലതാ. ചിലവന്മാരുണ്ട് പെണ്ണുങ്ങളെ കാണുമ്പോൾ അപ്പോൾ തന്നെ ഓരോ പഞ്ചാര വർത്താനവും പറഞ്ഞ് കൂടിക്കോളും. മോൻ്റെ അച്ഛൻ അങ്ങനെയൊന്നുമല്ലാട്ടോ. വളരെ നല്ലതാ. അത് കേട്ടപ്പോൾ സ്വരൂപ് ചിരിച്ചു. ഉവ്വ. അച്ഛനെ പോലത്തെ നല്ല ഒന്നാം തരം കാട്ടുകോഴി ഈ പ്രദേശത്ത് വേറെ ആരും ഉണ്ടാവില്ല. അവൻ പിറുപിറുത്തു. എന്താ മോനെ? മോൻ വല്ലതും പറഞ്ഞായിരുന്നോ? ഏയ് ഒന്നുമില്ല ആൻറ്റി. അച്ഛൻ അങ്ങനെയാ. അച്ഛൻ എപ്പോഴും ആരോഗ്യകാര്യത്തിലാണ് ശ്രദ്ധ. എപ്പോഴും ജിമ്മ്, ഹെൽത്തി ഫുഡ് എന്നൊക്കെയാ. ആണോ? അതൊക്കെ നല്ലതാ മോനെ. ആട്ടെ, മോൻ ഇന്ന് ക്ലാസ്സില്ലേ? മോൻ എത്രയിലാണ് പഠിക്കുന്നത്? ഞാനോ? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ് ആൻറ്റി. എക്സാം കഴിഞ്ഞിരിപ്പാ. ആഹാ, വലിയ പഠിപ്പുകാരനാണല്ലേ. പിന്നെ ആൻറ്റിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അവൻ അത് ചോദിച്ചപ്പോൾ അവൾ മുഖം താഴ്ത്തി. അവൻ വീണ്ടും ചോദിച്ചു, ആൻറ്റിയുടെ ഫാമിലിയൊക്കെ? പക്ഷേ അവൾ ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ടാട്ടോ. എന്നെ സ്വന്തം മകനായിട്ട് കണ്ടോ ആൻറ്റി? എൻ്റെ മോനെ എന്നും പറഞ്ഞ് മാലതി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ദൈവമേ, സ്വരൂപിൻ്റെ കിളി പോയി. ആദ്യമായിട്ടായിരുന്നു അവന് ഇങ്ങനെയൊരു അനുഭവം. വേനൽക്കാലത്ത് പെട്ടെന്ന് തണുത്ത കാറ്റ് വന്ന് തലോടിപ്പോയതുപോലെ അവന് തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാലതി പതുക്കെ പിടുത്തം വിട്ടുകൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ കല്യാണം കഴിച്ചത് പ്രേമിച്ചിട്ടായിരുന്നു. അങ്ങേര് അന്യമതക്കാരനായിരുന്നു. പിന്നെ എൻ്റെ വീട്ടുകാർക്ക് ആ ബന്ധത്തിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നോട് കുറേ തവണ ഇതിൽ നിന്നും പിന്മാറാൻ അച്ഛനും അമ്മയും പറഞ്ഞു. പക്ഷേ അങ്ങേരുടെ സ്നേഹം കണ്ടപ്പോൾ ഞാൻ മതിമറന്ന് വിശ്വസിച്ചു പോയി. പിന്നെ അയാളെ ചതിക്കാൻ പറ്റാത്തത് കൊണ്ടും എനിക്ക് ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ടും ഞാൻ അയാളുടെ കൂടെ പോകാമെന്ന് തീരുമാനിച്ചു. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയാൽ വീട്ടുകാർ അടുപ്പം കാണിക്കും എന്നൊക്കെ അയാൾ എന്നോട് പറഞ്ഞു. എനിക്കും അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ കല്യാണം കഴിച്ച് അയാൾ എന്നെ ഒരു വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി. 1-2 ആഴ്ച ഞങ്ങൾ ആഘോഷിച്ചു. എന്നാലും മനസ്സിലെന്നും അമ്മയുടെ മുഖമായിരുന്നു. അച്ഛനോട് എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ്റെ സ്വഭാവം അത്ര നല്ലതായിരുന്നില്ല. അച്ഛനെ ഞാൻ എപ്പോഴും വെള്ളത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഏകദേശം 1 മാസമൊക്കെ ആയി കാണും. ഞാൻ ആ ഞെട്ടിക്കുന്ന കാര്യം അറിഞ്ഞു. അന്നായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസം. അത്രയും പറഞ്ഞപ്പോൾ തന്നെ മാലതിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അതെന്തായിരുന്നു ആൻറ്റി? സ്വരൂപ് ആകാംക്ഷയോടെ ചോദിച്ചു. അത് എൻ്റെ അമ്മയുടെ മരണവാർത്തയായിരുന്നു മോനെ. ഞാൻ ഒരു നോക്ക് കാണാൻ ചെന്നു. പക്ഷേ അച്ഛൻ അതിന് അനുവദിച്ചില്ല. കുറേ മോശമായ വാക്കുകൾ പറഞ്ഞ് അച്ഛനും എൻ്റെ ഏട്ടനും കുടുംബക്കാരും എന്നെ ഓടിച്ചു വിട്ടു. പിന്നെ ഒരു 3-4 മാസമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഭർത്താവ് എന്നോട് മോശമായി പെരുമാറാൻ തുടങ്ങി. എന്തിനും ഏതിനും പരാതി പറച്ചിൽ, വഴക്ക് പറച്ചിൽ, വെള്ളമടിച്ച് വന്ന് ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഞാൻ നിന്നു. പിന്നീട് ഒരു ദിവസം അയാൾ ഇനി വരുന്നില്ല എന്നും പറഞ്ഞ് എങ്ങോട്ടോ ഇറങ്ങിപ്പോയി.
ഞാൻ അയാളുടെ നാട്ടിലൊക്കെ ചെന്ന് അന്വേഷിച്ചു. അയാൾക്ക് ആകെ ഉണ്ടായിരുന്നത് അച്ഛനും ഏട്ടനുമായിരുന്നു. അയാൾ എങ്ങോട്ട് പോയി എന്നൊന്നും അവർക്കറിയില്ലെന്ന് പറഞ്ഞു. പിന്നെ അയാളെ വിശ്വസിച്ച് മോൾ എന്തിനാ കൂടെ ചെന്നത്, മണ്ടത്തരമായി പോയല്ലോ എന്നും അവർ പറഞ്ഞു. ഞാൻ ആകെ തകർന്നു പോയി മോനെ. പിന്നെ ഒരു ദിവസം മുഴുവൻ ഞാൻ പട്ടിണിയിലായിരുന്നു. പിന്നെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് അടുത്ത വീട്ടിലുള്ള ഒരു മുത്തശ്ശി ശ്രദ്ധിച്ചു. മുത്തശ്ശി വന്ന് കാര്യം തിരക്കിയപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അവരോട് കരഞ്ഞു പറഞ്ഞു. അവരാണ് എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചതും സമാധാനിപ്പിച്ചതും. പിന്നെ അവർ എനിക്ക് ഭക്ഷണം തന്നു. പിന്നെ എനിക്ക് ജോലി ശരിയാക്കി തന്നു. അങ്ങനെ ഓരോയിടത്ത് വീട്ടുജോലികൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സരൂപ് ചോദിച്ചു, അയാൾ ആൻറ്റിയെ വിട്ടു പോയിട്ട് എത്ര വർഷമായി? 4-5 വർഷമായി മോനെ. പിന്നീടൊരിക്കലും അയാൾ തിരിച്ചു വന്നതേയില്ലേ? ഇല്ല മോനെ, ഇതുവരെ വന്നിട്ടില്ല. ഇനി അതൊന്നും ഓർത്ത് ആൻറ്റി വിഷമിക്കണ്ട കേട്ടോ. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. പിന്നെ ആൻറ്റിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കണ്ട കേട്ടോ. ഞാൻ എന്നും എന്തിനും ആൻറ്റിയുടെ കൂടെ ഉണ്ടാകും. അതും പറഞ്ഞ് അവൻ മാലതിയെ കെട്ടിപ്പിടിച്ചു. ഇനി മോൻ എൻ്റെ സ്വന്തം മോനെ പോലെ തന്നെയാട്ടോ, മാലതി ഒരു ചിരിയാലെ പറഞ്ഞു. അങ്ങനെ അവർ ആ നിൽപ്പ് കുറച്ചു നേരം തുടർന്നു.